ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിക്സാർട്ട് ഉപയോഗിച്ച് പ്രോ ഒന്നും വേണ്ട നോർമൽ പിക്സാർട്ട് ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ട് സിമ്പിൾ ഓണം പോസ്റ്റർ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് വെറും പിക്സാർട്ടിലാണ് ചെയ്യുന്നത്, പ്രോ അല്ല, നോർമൽ പിക്സാർട്ടിൽ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഫുള്ള് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളെ മാവേലിനാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ കുറേ മാവേലിനെ എൻ്റെ ടെലഗ്രാം ചാനലിലോട്ട് ഞാൻ ഒരു 4-5 മാവേലിനെ ആഡ് ചെയ്തിട്ടാണ് PNG. കുറച്ച് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾ ഫ്രീ മാവേലി PNGസിൻ്റെ ഒരു വീഡിയോ കാണാം. അതിലുള്ള ലിങ്ക് നോക്കിയാൽ മതി. ഇതിലോട്ട് ഇനി നമുക്കൊരു മാവേലിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാവേലിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കെയിലിനനുസരിച്ച് നമ്മൾ വെക്കുക. എനിക്കിതാ ഈ ഒരു വലുപ്പം മതി മാവേലിനെ. ഇനി നമുക്ക് ഈ മാവിനെ ഇതായിട്ട് ബ്ലെൻഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷാഡോ ഉപയോഗിക്കാം. ഓക്കെ, ഷാഡോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തോനെ ബ്ലറാക്കിയിട്ട് പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരിക്കലും ഷാഡോ നമ്മളെ ഫോട്ടോൻ്റെ മേൽഭാഗത്തേക്ക് വരരുത്. കാരണം അടിയിൽ നിന്ന് ഒരിക്കലും സൂര്യൻ അടിക്കില്ല, മേലെ നിന്നാണ് സൂര്യൻ അടിക്കുക. അപ്പോൾ ഷാഡോ കുറച്ച് ചെറുതായിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മാവേലിനെ ലോക്ക് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ വേറൊരു PNG ഫയലും കൂടി ടെലഗ്രാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഓൺ എന്ന് പറയുന്ന ഒരു PNG ഫയലാണ്. ഇത് കുറച്ച് 3D ആക്കി എടുത്ത ഒരു PNG ഫയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ടൈപ്പോഗ്രാഫിയിൽ ഇത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ടെമ്പറേച്ചർ ആദ്യം കൂട്ടണം, എന്നിട്ട് ടെമ്പറേച്ചർ കൂട്ടണം. സാച്ചുറേഷൻ ഒരു 10 മതി. ഓക്കെ, ഹ്യൂ ഒരു -5 ഇട്ടിട്ടുണ്ട്. ക്ലാരിറ്റി 100 ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതൊന്ന് ലോക്ക് ചെയ്യാം. ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫെയ്ഡ് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ബ്ലാക്ക് ഫെയ്ഡ് അതൊന്ന് ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ നോക്കിയാൽ കാണില്ല, കാരണം ഇത് പിക്സാർട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ്. സ്റ്റിക്കറിൽ പോയിട്ട് ബ്ലാക്ക് ഫെയ്ഡ് അടിച്ചാൽ മാത്രം മതി നമ്മൾ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ രണ്ടാമത്തെ റോയിലുള്ള ചെറിയ ബ്ലാക്ക് ഫെയ്ഡാണ് എടുക്കുന്നത്. ഇത് ഫ്ലിപ്പ് ചെയ്യാണ്, ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്തു. ഓക്കെ, എനിക്ക് വേണ്ടത്ര ഫെയ്ഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓണത്തിൻ്റെ താഴെ ഭാഗത്തോട്ട് വേണം, എന്നിട്ട് അതും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേ ഫെയ്ഡ് തന്നെ നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്യണം. എന്നിട്ട് അടിഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഓക്കെ, അത് ഏറ്റവും മുകളിൽ തന്നെ മാവലിൻ്റെ എല്ലാവരുടെയും മുകളിൽ വരണം, കാരണം നമുക്ക് അവിടെ ഒരു ചെറിയ ഫയർ എഫക്റ്റ് കൊണ്ടുവരാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഫയർ എഫക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫയർ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ടെലഗ്രാം ചാനലിലുണ്ട്. ഇതിൽ നമുക്ക് ലൈറ്റാണ് എടുക്കുന്നത്. ലൈറ്റിൽ ബ്ലെൻഡ് പോയിട്ട് ലൈറ്റിൽ ഇട്ടിട്ട് സ്ക്രീനാണ് കേട്ടോ ഒന്നുകൂടി നല്ല തോന്നണം എനിക്ക്. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തടത്ത് ഈ മാവിൻ്റെ മേലെ വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളയാം. ഹാർഡ്നെസ് ഒരു ഏവയിലാണ് ഇട്ടത്. ഓക്കെ, നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി അവിടെ നിന്ന് അനങ്ങരുത്. ഇനി ഇതിലോട്ട് കുറച്ച് ആൾക്കാർ കൈ ഇങ്ങനെ പൊന്തിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതാണ് ആഡ് ചെയ്തത്. ഇനി ഇത് ഒന്ന് കറുപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇത് ബ്ലെൻഡ് പോയി മൾട്ടിപ്ലൈ അടിക്കണം. ഓക്കെ, നമുക്ക് ആൾക്കാരെ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടിഭാഗത്തായിട്ട് ഏറ്റവും പുറകിൽ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ നേരെ മുമ്പിലും ഏറ്റവും പുറകിലുമായിട്ട് വെക്കണം. എന്നിട്ട് ബ്ലറ് പോയിട്ട് 10 10 നിങ്ങൾക്കൊരു സംഭവം കാണാം, കണ്ടല്ലോ, ഒരു ഒറിജിനാലിറ്റി കിട്ടിയില്ലേ. ഇനി ഇത് നമുക്ക് 50 ഇടാം. 60 ഇട്ടാം, കുറച്ചുകൂടി വിസിബിലിറ്റി നോട്ടെ. ഓക്കെ, നമ്മൾ അതും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം, ഇപ്പോൾ നിങ്ങൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടിയിൽ വേണമെങ്കിൽ നിങ്ങളെ പ്രസൻസോ അല്ലെങ്കിൽ ഈ ഓണം കുറച്ചുകൂടി താഴത്തേക്ക് വന്നിട്ട് അവിടെ എൻ്റേതിപ്പോൾ മുഹമ്മദ് അനസ് പ്രസൻസ് എന്നാണെങ്കിൽ അതങ്ങനെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പ്രസൻസോ എഴുതാം, എന്താണ് എഴുതാം.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും അമർത്തുക. കാരണം ഇനിയും അടിപൊളി വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ പിന്നെ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. See you.